എല്ലാവർക്കും കോമഡീശ്വരൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അറിവിന്റെ, വിജ്ഞാനത്തിന്റെ, വിനോദത്തിന്റെ, സമ്പത്തിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിൽ നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആരാണ് ഈ ഹോട്ട് സീറ്റിൽ എത്തുന്നതെന്ന് അറിയാനുള്ള എന്റെ വേഗവിരൽ ചോദ്യം ഇതാണ്. ചോദ്യം ഓഫ് ദ വേഗവിരൽ. ഞാൻ പറയുന്ന വാക്കുകളെ ക്രമത്തിലാക്കി ഒരു പഴഞ്ചൊല്ല് രൂപത്തിൽ ആക്കുക. എ നായ്ക്കരിക്കാൻ, ബി കാര്യമില്ല, സി നായ നടന്നിട്ട്, ഡി കാര്യമില്ല. റൈറ്റ് ആൻസർ. ഉത്തരം ശരിയാണ്. ഉത്തരം പറഞ്ഞിരിക്കുന്നത് പാലക്കാട് നിന്നും സരസനാണ്. വെൽക്കം ടു ദ ഹോട്ട് സീറ്റ്. നമസ്കാരം. കോമഡീഷനിലേക്ക് സ്വാഗതം. സന്തോഷം. സരസന്റെ പേരെന്താണ്? ശശി. അല്ല പിന്നെ എല്ലാം എഴുതി കൊടുത്തതാ ഡീറ്റെയിൽ ആയിട്ട്. എന്റെ പേര് സരസൻ എന്നാണ്. എല്ലാം ഇപ്പൊ സാറ് കൂടെ പറഞ്ഞതാ. എന്നിട്ട് വീണ്ടും സരസന്റെ പേരെന്നാന്ന് വെച്ചാ പിന്നെ ഞാൻ അല്ല, പെട്ടെന്ന് ഇങ്ങനെ സരസനെ കണ്ടപ്പോ എന്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ട് പതറിപ്പോയതാണ്. ഇപ്പൊ സാറ് ശശിയായില്ലേ? അപ്പം നമുക്ക് ഹോട്ട് സീറ്റിലേക്ക് ഇരിക്കാം. പിന്നെ എന്നാ സാറേ, അതിനു മുമ്പ് ചെറിയൊരു സംഭവം ഉണ്ട്. ഞാൻ ഇവിടെ വരാൻ കാരണം എന്റെ ആത്മാർത്ഥ സുഹൃത്ത് ഷാജിയാ. ഷാജി അവനാണ് ഈ ഫോമൊക്കെ ഫില്ല് ചെയ്ത് ഇങ്ങനെ അയച്ചതേ. അപ്പൊ ഷാജിക്ക് ഒരു ഹായ് കൊടുക്കണം. കൊടുക്കില്ല സാറേ, അവൻ പാവോ സാറേ? കൊടുക്കില്ല. ഷാജിക്ക് ഞാൻ ഒരു ഉമ്മ കൊടുക്കും. ഷാജി കിട്ടിയോ? ഉമ്മ കിട്ടിയില്ലേ? ഓ, അവന് സന്തോഷമായിട്ടുണ്ടോ? സന്തോഷമായി. അതെ സാറേ, ഈ ഷാജിക്ക് ഉമ്മ കൊടുക്കുമ്പോഴേ സുരേഷിന് ഒരു വിഷമാവൂലേ സാറേ? സുരേഷിനും ഒരു ഉമ്മ. അപ്പൊ സജീവനൊരു ചെറിയൊരു സജീവനും ഉമ്മ. ഓക്കെ സാറേ, സന്തോഷം. ഇതെന്താണ്? ഇത് ഹായ് പറയാൻ വേണ്ടി തന്നുവിട്ട കൂട്ടുകാരന്മാരുടെ ലിസ്റ്റാ. പെട്ടെന്ന് വായിച്ചോളാം. ജോഷി, മധു, ഉമ്മ, പ്രവീൺ, സുധി, ഉമ്മ, സോമൻ, സന്തോഷ്, സജി, ഷാജി, പ്രമോദ്, ബിന്ദു, ആൻസർ, ജാക്സൺ, സുധീർ, വിനോദ്, കണ്ണൻ, കുട്ടൻ. സിനിമയിൽ എന്നായിരുന്നു പുള്ളി? ഷിറ്റ്, തോക്ക്, പുല്ല്. എന്റെ ഇവിടെ കാണിക്കണ കേട്ടോ, കീ കൊടുത്ത പാവയെ പോലെ. കഴിഞ്ഞ നന്നായി, അല്ലെങ്കിൽ കിറി പറഞ്ഞു ദൂരെ പോയാനെ. നാളല്ലേ സാറേ ഇങ്ങനെ കാണിക്കാൻ? അല്ല പിന്നെ സരസൻ ചോദിച്ചിട്ടല്ലേ ഞാൻ അങ്ങനെ. സാറേ, എനിക്ക് ഒരു ഒറ്റ കാര്യമുണ്ട്. സാറ് ഒന്ന് കെട്ടിപ്പിടിച്ചാ കൊള്ളാന്നുണ്ട്. എന്റെ ഒരു ആഗ്രഹം. കെട്ടിപ്പിടിച്ചോളൂ. ബാലൻസ്. സന്തോഷമായി. സന്തോഷമായില്ലേ? ഇപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ സരസന് എന്ത് തോന്നി? തോന്നാനായിട്ട് ഷക്കീലൊന്നുമല്ല ഞാൻ കെട്ടിപ്പിടിച്ചു. അല്ല സാറേ, നല്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ സിനിമാ നടന്മാരെ കാണുന്നതും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. സിനിമാ നടന്മാരാണെന്ന് കരുതി ഞങ്ങൾ എങ്ങനെ വേർതിരിച്ച് കാണുകയൊന്നും വേണ്ട. എന്നെ ഒരു നല്ല സുഹൃത്തായി കണ്ടാ മതി. സുഹൃത്തായി കണ്ടാ മതിയാ? അതെ. ഓക്കെ, അപ്പൊ നമുക്ക് അടിച്ച് പൊളിക്കാട്ടോ. അല്ല, ഞാൻ സുഹൃത്തുക്കളെ കളിയാന്നൊക്കെ വിളിക്കാറ്. അപ്പൊ നമുക്കിത് മത്സരം തുടങ്ങാം. ഹോട്ട് സീറ്റിലേക്ക് സ്വാഗതം. ഓക്കെ സാർ, ടേക്ക് യുവർ സീറ്റ്. ഓക്കെ. മത്സരം തുടങ്ങല്ലേ? തുടങ്ങാം. സരസന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടില് ഇപ്പൊ ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. എന്താണ് ഭാര്യയുടെ പേര്? പുഷ്പലത. പുഷ്പലത എന്ന് പറയുമ്പോ ഗ്രീഷ്മത്തിലും വസന്തത്തിലും ലതകളിൽ പുഷ്പിക്കുന്നവൾ, വേനൽക്കാലത്ത് കൊഴിഞ്ഞു വീഴുന്നവൾ അല്ലേ? അല്ല, എന്തോ ഒരു തെറ്റുണ്ട് സാറേ അതിനകത്ത്. സാറിപ്പോ പറഞ്ഞാൽ എന്തോ ഒരു തെറ്റുണ്ട്. ഇല്ല, തെറ്റുണ്ട്. എന്തോ ഒരു തെറ്റുണ്ട്. വസന്തത്തിലും ഗ്രീഷ്മത്തിലും ലതകളിൽ പുഷ്പിക്കുന്നവൾ. ഇല്ല, അവിടെ എന്തോ തെറ്റുണ്ട്. എന്തോ ഒരു ചെറിയൊരു തെറ്റ് വരാൻ വഴിയില്ല. സാറ് നോക്കി. വസന്തത്തിലും ഗ്രീഷ്മത്തിലും ലതകളിൽ പുഷ്പിക്കുന്നവൾ. കറക്റ്റാണ്, തെറ്റില്ല. അത് ശരി, നോക്കി പറഞ്ഞാലേ. ഞാനോടത്ത് സാറ് കാണാണ്ട് പറയാണെന്നതെല്ലാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ ഭാര്യയെ വർണ്ണിക്കുന്ന പരിപാടിയാണോ അല്ലെങ്കിൽ ഈ ചോദ്യം ചോദിക്കുന്ന പരിപാടിയാണോ? അതല്ല, ഭാര്യ എന്ന് പറയുന്നത് ഭൂമി ദേവിയാണ്. ഭൂമി ദേവിയൊക്കെയാ. പക്ഷെ ഭൂമി ദേവിയുടെ കയ്യിൽ നിന്ന് ഒന്ന് കൊണ്ടിട്ടുണ്ടോ? കൊള്ളണം, കണ്ണീന്ന് പൊന്നിച്ചോർന്നു. അങ്ങനെയാണെങ്കിൽ ഭൂമി ദേവിയല്ല, അവൾ ഭുലൻ ദേവിയാണ്. അപ്പൊ നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. ഗുരുജി കൊടുക്കാം. ഗുരുജി കൊടുക്കാനോ? ഗുരുജി കൊടുക്കാനല്ല, ചോദ്യം ഗുരുജിയോട് കൊടുക്കാൻ. ഗുരുജിയുടെ കാര്യം പറഞ്ഞപ്പോഴേ എന്തേ വന്നില്ലല്ലോ ഗുരുജി എവിടെ? പക്ഷെ ഗുരുജി ഒരു സംഭവമുണ്ട്. ഗുരുജിക്ക് മുതലാകുന്നില്ലാത്തതുകൊണ്ട് ഗുരുജി പരസ്യം പറയാൻ പോയി. പരസ്യം പറയാൻ പോയോ? അതെ. എന്തിന്റെ പരസ്യം? പഴഞ്ചൊല്ലി. അയ്യടാ, അപ്പൊ ഗുരുജി ഇല്ല ഇവിടെ? ഗുരുജി ഇല്ല. അപ്പൊ മണിക്കുട്ടിയോ? മണിക്കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. അതും പോയോ? അതും. അതിനെ കെട്ടിച്ചു കൊടുത്തത് നന്നായിട്ടോ. അതെന്താണ്? കൊറേ ഓടിയാണല്ലോ. എന്ത്? അല്ല, ഇവിടെ ഇങ്ങനെ കിടന്ന് കൊറേ ഓടിയാണല്ലോ കൊറേ ദിവസമായിട്ടെ. അപ്പൊ അതിനെ കെട്ടിച്ചു കൊടുത്താൽ അതിനും വേണ്ട ഒരു കുടുംബം. ഞാനും
സരസനും പിന്നെ ഈ കമ്പ്യൂട്ടറും അത്രേ ഉള്ളൂ. എന്നാ പിന്നെ ഒന്ന് ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് മത്സരത്തിലേക്ക് കിടക്കാം. അവരെ ഒന്ന് കാണാൻ കരുതിയാ വന്നതേ. അത് പിന്നെ ഇപ്പോൾ നടക്കില്ലല്ലോ. ഓക്കെ അപ്പൊ മത്സരത്തിൽ കിടക്കാം. ആദ്യ ചോദ്യം 1000 രൂപയുടെ ചോദ്യമാണ്. 1000 രൂപ സൂക്ഷിച്ച് ഉത്തരം പറയണം. ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് 1000 രൂപ സ്വന്തമാക്കാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ദേ പോയി ദാ വന്നു ചോദ്യം ഇതാ. കേരളത്തിൽ ഒരു ആക്സിഡന്റ് നടന്നാൽ കണ്ടു നിൽക്കുന്ന മലയാളികളായ നാം എന്ത് ചെയ്യും? സാറേ മനസ്സിലായി, ചോദ്യം മനസ്സിലായില്ല. Which is the Kerala accent of the കണ്ടു നിൽക്കൽസ് of the what happened? ഓ ഇപ്പൊ പിടികിട്ടി. മനസ്സിലായി? മനസ്സിലായി. ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ്. എ ആശുപത്രി കൊണ്ടുപോകും, ബി കണ്ടു നിൽക്കും, സി ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടും, ഡി മുങ്ങിക്കളയും. ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടും. കറക്റ്റ് ആണോ? ഫേസ്ബുക്കിലിടും. ലോക്ക് ചെയ്യാം? ലോക്ക് ചെയ്യാം. തർക്കമില്ല? തർക്കമില്ല. ഗുരുജി ഓപ്ഷൻ ബി ആശുപത്രി കൊണ്ടുപോകും. ബി ആശുപത്രി കൊണ്ടുപോകും. അതായിരിക്കുള്ളൂ. സുഖിലാണ്ട് കിടക്കുന്നു പറയും. ബി ആശുപത്രിയിൽ കൊണ്ടുപോകും. കണ്ടു നിൽക്കും. സി കണ്ടു നിൽക്കും. ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചു പറയൂ. കണ്ടു നിൽക്കും. ഇനി മാറ്റമില്ല? മാറ്റമില്ല. ഉറപ്പിക്കാം? ഗുരുജി സരസൻ പറഞ്ഞിരിക്കുന്ന ഉത്തരം ആശുപത്രിയിൽ കൊണ്ടുപോകും. ഇനി മാറ്റി പറയുന്നുണ്ടോ? താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. തെറ്റാണ്. അപ്പൊ ശരി ഉത്തരം ഏതാ? ശരി ഉത്തരം മലയാളികൾ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടും. അത് ഞാൻ ആദ്യം പറഞ്ഞാണല്ലോ. അതങ്ങനെ പറയാൻ പറ്റില്ല. അത് ലോക്ക് ചെയ്യണം. എന്നാലേ നമുക്കത് ഉത്തരമായിട്ട് അംഗീകരിക്കാം. ഞാൻ ആദ്യം പറഞ്ഞാണല്ലോ ഈ ഫേസ്ബുക്കിലിടുന്ന ആദ്യം പറഞ്ഞാണല്ലോ. പിന്നെ മാറ്റി പറഞ്ഞില്ലേ? അല്ലത് സാറ് ഇപ്പൊ അത് ലോക്ക് ചെയ്യാൻ തന്നെ എന്റെ കുഴപ്പമില്ലല്ലോ. അല്ല ലോക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് പാലക്കാട് നിന്ന് അവിടെ ഇവിടം വരെ വന്നിട്ട് 1000 രൂപയുടെ ചോദ്യം പോലും എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അവന്മാർക്ക് എന്നെ തല്ലിക്കൊല്ലു സാറേ. ഞാൻ പറഞ്ഞതാണ് ഫേസ്ബുക്കിലിടുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞതാ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല സാർ. എന്ത് ഞാനിങ്ങനെ സരസൻ സാറിങ്ങനത്തെ ആളൊന്നുമല്ലല്ലോ. നല്ല മനുഷ്യരാന്നല്ല ഞാൻ അറിഞ്ഞത്. എനിക്കിങ്ങനെ കണ്ണീര് കണ്ടാൽ എന്റെ മനസ്സും ഇപ്പൊ ഞാൻ അത് ശരിയാക്കി തന്നാൽ നിങ്ങൾ ഹാപ്പി ആകുമോ? എങ്കിൽ പിന്നെ ഉത്തരം ശരിയാണ്. ഇരിക്കൂ. എനിക്ക് അല്ലെങ്കിൽ പാലക്കാടേക്ക് പോകാൻ പറ്റില്ലേ? സന്തോഷമായില്ലേ? ഓ സന്തോഷമായി. ആണല്ലോ. അപ്പൊ നമുക്കിനി മത്സരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് സരസന്റെ പണി? പണി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പാട്ട് പാടും. അപ്പോ പണി എടുക്കലല്ല, പണി നാട്ടുകാർക്ക് കൊടുക്കലാണ്. അങ്ങനെയൊന്നും പറയണ്ട സാറേ. ഞാൻ എന്നെ ഈ ഹരിവരാസനം പാടാനായിട്ട് ദാസേരനെ വിളിക്കുന്ന മുമ്പ് ആദ്യം എന്നെ വിളിച്ച. ഹരിവരാസനം എന്ന് പറയുന്നത് അയ്യപ്പനെ പാടി ഉറക്കാനുള്ളതാണ്, അല്ലാതെ അയ്യപ്പന്റെ ഉറക്കം കെടുത്താനുള്ളതല്ല. അങ്ങനെ കൊച്ചാക്കിയൊന്നും വേണ്ട. ഞാൻ സ്റ്റേജിൽ നിന്ന് നീലാംബരി രാഗത്തിൽ പാടിയിട്ട് മഴ വരുത്താറുണ്ടല്ലോ. ആണോ? അങ്ങനെയെങ്കിൽ ഇവിടെ ആ പാടി ഒന്ന് മഴ പെയ്ക്കാൻ പറ്റൂ? അമൃതവർഷിണി പാടി. ഇപ്പോഴൊന്നും അങ്ങനെ പാടാൻ പറ്റില്ല. അതെന്താണ്? അത് ഈ ജൂൺ മാസത്തിൽ പാടിയാലേ മഴ വരുവുള്ളൂ. ജൂൺ മാസത്തിൽ പാടണം. അത് ഏത് പൊട്ടക്കണ്ണനും കൊച്ചു പിള്ളേർക്കും അറിയാം ജൂൺ മാസത്തിൽ പാടിയാൽ മഴ പെയ്യുമെന്ന്. ഈ സംഗീതം എന്ന് പറയുന്നത് ഒരു കൊക്കയാണ്. ഒരു കൊക്കയാണ്. അതിൽ വീണ് കിടക്കുന്നവരാണ് യേശുദാസും KS ചിത്രയും MG ശ്രീകുമാറും പിന്നെ ഞാനും ഒക്കെ. ആണ്. കേട്ടിട്ടില്ലേ? ഞാനൊരു പാട്ട് പാടാം. അയ്യോ മറ്റേ പാടല്ലേ? അതല്ല. എന്റെ പൊന്നു സാറേ, ഉറങ്ങുന്നേ. 2 അറ്റാക്ക് കഴിഞ്ഞത്. 3ാമത് അറ്റാക്ക് താങ്ങാനുള്ള ശേഷിയില്ല എനിക്ക്. താങ്കൾക്ക് ഭാഗ്യമില്ല. എനിക്ക് ചോദ്യം ചോദിച്ച് എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതി. അപ്പോൾ എന്റെ പാട്ട് കേൾക്കാൻ താങ്കൾക്ക് ഭാഗ്യമില്ല. ശരിയാ, സാറിന്റെ പാട്ട് കേട്ട് മരിക്കാനുള്ള ഭാഗ്യം എനിക്കില്ല. സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത 2ാമത്തെ ചോദ്യത്തിലേക്ക് പോണം. അത് 2000 രൂപയ്ക്കുള്ള ചോദ്യമാണ്. 2000. ശ്രദ്ധിച്ച് കേൾക്കണം. എന്റെ 2ാമത്തെ ചോദ്യം ഇതാ. പാപ്പുർലെ, ചിറ്റ് എന്ന് തുടങ്ങിയ മലയാള വാക്കുകൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത പ്രശസ്തനായ നടൻ ആര്? ഓപ്ഷൻസ് ഉണ്ട്. എ ഭരത് ഗോപി,
ബി ചില്ലി ഗോപി, സി സുരേഷ് ഗോപി, ഡി വെറും ഗോപി. അറിയാവുന്ന ഒരു ഇതായിരുന്നു സംഭവം. അദ്ദേഹത്തിന്റെ ഒരു ഇടവേള കഴിഞ്ഞ് ഇടവേള ബാബു അല്ല അല്ല, കറക്റ്റ് സംഭവം. എന്റെ ശ്രദ്ധിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ നാക്കിന്റെ തുഞ്ചത്തെഴുത്തച്ഛനല്ല അല്ല, ശ്രദ്ധിച്ചു പറയൂ സാർ. എന്തെങ്കിലും ഒരു എനിക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വരുന്നില്ല അതാ. താങ്കൾക്ക് ഉപയോഗിക്കാതെ മൂന്നെണ്ണം മുമ്പിൽ കിടപ്പുണ്ടല്ലോ. അല്ല, ലൈഫ് ലൈൻസ് ആണോ? ഫോണെ ഫ്രണ്ട് 50-50 ഓഡിയൻസ് 50-50. അപ്പോൾ രണ്ട് തെറ്റുത്തരങ്ങൾ മാഞ്ഞു പോകും. മായ്ച്ചു കളയാം. ഗുരുജി മായ്ച്ചു കളയും. രണ്ടെണ്ണം പോയി. മായ്ച്ചു കളഞ്ഞപ്പോൾ ബാക്കി ബാലൻസ് നിൽക്കുന്നത് ഒന്ന് സുരേഷ് ഗോപിയും രണ്ട് വെറും ഗോപിയുമാണ്. ആലോചിച്ച് പറയൂ. കറക്റ്റ് എന്തെങ്കിലും ഒരു ക്ലൂ കൂടെ തരാമല്ലോ. ഇനിയും ക്ലൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യ അക്ഷരം സൂയിലാണ് തുടങ്ങുന്നത്. അവസാനത്തെ അക്ഷരം? അവസാനത്തെ അക്ഷരം പി. ആദ്യത്തെ അക്ഷരം സു. അവസാനത്തെ അക്ഷരം പി. പറഞ്ഞോളൂ. 2000 രൂപയാണ്. നല്ല മെമ്മറി കിടക്കുന്ന സാധനം, പെട്ടെന്ന് മറന്നുപോയി. അത് സാരമില്ല, ഇനി പറഞ്ഞോളൂ. പറയട്ടെ? പറഞ്ഞോളൂ. പറഞ്ഞോ. ആദ്യത്തെ അക്ഷരം സു, അവസാനത്തെ അക്ഷരം പി. സുനാപ്പി. എന്താടാ ഇത്രയേറെ ക്ലൂ കൊടുത്തിട്ടും ഒരു ക്ലൂ മുമ്പിൽ നിന്നിട്ടും പറയാൻ പറ്റില്ല? ഒറ്റ ചോദ്യം മതി ജീവിതം മാറുന്നല്ലേ? അതല്ല, ഒരൊറ്റ ഇടിക്കുന്നുണ്ട്. സുനാപ്പി ഇറങ്ങിപ്പോടാ. ഇത്രയേറെ ക്ലൂ കൊടുത്തിട്ടും ഒരു ക്ലൂ മൊത്തം മുമ്പിൽ നിന്നിട്ടും പറഞ്ഞില്ല. ഞാനൊരു മനുഷ്യനല്ലേ? ഉത്തരം കിട്ടി. ഞാൻ അവിടെ പോയി ആലോചിച്ചപ്പോഴേ കുറെ ഒന്നും ആലോചിച്ചു, അപ്പോഴേ എനിക്ക് ഉത്തരം കറക്റ്റ് കിട്ടി. അതാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പം മനസ്സ് പ്രക്ഷുബ്ധമായതുകൊണ്ടായിരിക്കാം ചിലപ്പം ആ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയാതെ. ഞാനും പെട്ടെന്നൊരു ഇമോഷണൽ സ്റ്റേജിലേക്ക് വന്നു. സോറി കേട്ടോ, ക്ഷമിക്കണം. പറഞ്ഞോളൂ. ചില്ലി ഗോപി. അല്ല പിന്നെ ദേഷ്യം വരില്ലേ? ഇത്രയേറെ ക്ലൂ കൊടുത്തിട്ടും ഒരു ക്ലൂ മൊത്തം മുമ്പിൽ. അല്ല എന്താ പ്രൊഡ്യൂസർ, ഇതൊരു ഷോ ആണ്. പിന്നെ ദേഷ്യം വരില്ലേ? പെട്ടെന്ന് ദേഷ്യത്തിനും പല ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോ ആണ് സുരേഷ്. സോറി സുരേഷ് വേണം ഷോയുടെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറയുന്നത്. ഓക്കെ സോറി സാർ. ആക്ഷൻ. ഒരിക്കൽ കൂടി എല്ലാവർക്കും കോമഡീഷനും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അടുത്ത മത്സരാർത്ഥി ആരാണെന്നറിയാനുള്ള വേഗവിരൽ ചോദ്യം ഇതാ. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും അതിന് ഞാൻ ചോദിച്ചില്ലല്ലോ. ഒന്ന് ചോദിച്ചോട്ടെ. മലയാളികൾ ഒന്നടങ്കം ഒരു മനസ്സോടെ എന്റെ പൊന്നുപുല്ലേ, ഞാൻ ചോദിച്ചില്ല. ഒന്ന് ചോദിക്കട്ടെ. ജാതി മത വർഗ വ്യത്യാസമില്ലാതെ മലയാളികൾ എല്ലാവരും ഒത്തുകൂടുന്ന കേരളത്തിലെ ഒരേ ഒരു സ്ഥലം ബിവറേജ് കോർപ്പറേഷനിലെ ക്യൂ. റൈറ്റ് ആൻസർ. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. പ്ലീസ്. നമസ്കാരം. എന്താണ് പേര്? എന്റെ പേര് രായൻ. രാജൻ എവിടുന്ന് വരുന്നു? ഞാൻ കൊല്ലം. കൊല്ലത്ത് സെൻട്രലാണോ വീട്? സെൻട്രലൊക്കെ വീട് വെച്ചാൽ പോലീസുകാർ പിടിക്കും. മാറ്റി വെച്ചിരിക്കും. അല്ല, കൊല്ലത്ത് ഞാൻ ചോദിച്ചത് ഏത് ഭാഗത്തായിട്ടാണെന്ന് വീടെന്നാണ് ചോദിച്ചത്. കൊല്ലത്ത് ശകലം വെച്ചിട്ട് അങ്ങോട്ട് മാറിയാൽ മതി. ശകലം മാറെന്ന് പറയുമ്പോൾ ചവറ ഇച്ചിരൂടെ പോണം. കായംകുളം ഇച്ചിരൂടെ പോണം. ആലപ്പുഴ ശകലം കൂടെ. എറണാകുളം ഇച്ചിരൂടെ പോട്ടെ. തൃശ്ശൂർ ശകലം കൂടെ. കണ്ണൂർ ഇച്ചിരൂടെ പോട്ടെന്നേ. കാസർഗോഡ്. കറക്റ്റ്, അവിടെ ഞാൻ താമസിക്കുന്നത്. കൊല്ലത്തൊന്ന് തൊട്ടടുത്ത് ഭയങ്കര അടുത്തായി. അതെ. പിന്നെ ഈ കൊല്ലത്താണോ വീട് എന്ന് പറഞ്ഞത്? കൊല്ലത്ത് ഞങ്ങൾ അംശയുടെ വീട്. അംശയുടെ. അപ്പൊ കൊല്ലത്ത് വരാറുണ്ടോ? കൊല്ലത്ത് വരാൻ ഞാൻ മാവേലിയാണ്. അതല്ല ഞാൻ ചോദിച്ചത്, അമ്മ വീട്ടിൽ വരാറുണ്ടോ എന്നാണ്. ഇടയ്ക്കൊക്കെ ഞാൻ വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ മത്സരത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അറിയാമല്ലോ അല്ലേ? പിന്നെ ഞാൻ അവനും കൂടെ ഇന്നലെ ഞങ്ങൾ 2-3 പേര് ഇവിടെ വെള്ളം എടുത്തിട്ട് വന്നേ. ആര്? റൂൾസും രതീഷും കൂടെ. അതല്ല, നിയമം അറിയാമല്ലോ. നിയമം ഞാൻ എന്നെ വക്കീലാണ്. ഇതൊക്കെ പഠിച്ചിട്ട് വേണം ഇവിടെ വരാൻ. അതല്ല ഞാൻ ചോദിച്ചത്, നമ്മുടെ ഈ കോമഡീശ്വരന്റെ നിയമാവലി അതൊക്കെ എനിക്കറിയാം. ഞാൻ ഇങ്ങനെ ലൈറ്റ് ഒക്കെ എനിക്കറിയാം. അതൊക്കെ അറിയാം. അപ്പൊ നമുക്ക് ഹോട്ട് സീറ്റിൽ ഇരിക്കാം. ഹോട്ട് സീറ്റിലേക്ക് സ്വാഗതം.
എന്താണ് തൊട്ട് നോക്കുന്നത്? ചൂടുണ്ടോ നോക്കുമായിരുന്നു. ഹോട്ട് സീറ്റ് ആയില്ലേ? അതല്ല, ഞാൻ മത്സരത്തിന്റെ ചൂട് എന്ന് ഞങ്ങൾ ഒരു സ്റ്റൈലിന് പറയുന്നതാണ് ഹോട്ട് സീറ്റ്. ചൂടൊന്നുമില്ല, കയറി ഇരിക്കാം. ഇല്ല, ഇരുന്നോളോ. ചെറിയ പ്ലെയറും സ്കൂട്ടറും കിട്ടും. എന്തിനാണ്? ഇവിടെ അനങ്ങുകയും കറങ്ങുകയും ഒക്കെ ചെയ്യുന്നു. അതങ്ങനെ കറങ്ങുന്ന കസേരയാണ്. ആദ്യമായിട്ടാണ് കറങ്ങുന്ന കസേരയിൽ ഇരിക്കുന്നത് തോന്നുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഒരു സ്റ്റൂളും 2 കൊരണ്ടിയേ ഉള്ളൂ. ഇത് ആദ്യമായിട്ട് കാണുവാ. അതൊന്നും കുഴപ്പമില്ല, കയറി ഇരിക്കണം. അവിടെ കയറി ഇരുന്നോളൂ. ഈ കുന്തത്തെ കയറി എങ്ങനെ ഇപ്പൊ ഇരിക്കുമെന്ന എന്റെ അത് അവിടെ ബലമായിട്ട് പിടിച്ചാൽ മതി. ഇരുന്നോളൂ. അറിയില്ലേ? ഇരിക്ക. ആ തുടങ്ങാം. അയ്യോ, ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞു സാറേ. ഇതെന്നാ പണിയാ ഇത് ചോദിക്കാന്ന് പറഞ്ഞു സാറേ? ഞാൻ പുറകിലാണ്. അത് നല്ല പരിപാടിയാണ്. ഒരാളെ വിളിച്ചിട്ട് വന്ന് പുള്ളി പുറകിരിക്കുക. സാറേ മുന്നിലോട്ട് തിരിച്ചു നോക്കൂ, ഞാൻ പുറകിലാണ്. ഇവിടെയാണ് മത്സരം നടക്കുന്നത്. അവിടാന്നോ? ഇവിടാണ്. ഓ താണ്ട് കറങ്ങുന്നു. ഈ പുല്ല് ഇതെങ്ങനെ നിർത്തുന്നേ? നേരെ കേറി എനിക്ക് പരിചയമില്ലെന്ന്. തരത്തിൽ ഇരുന്നുവല്ലോ അല്ലേ? സേഫ് ആണല്ലോ. സേഫാ. പന്തയക്കാരനാണ് അല്ലേ? ഞാൻ പന്തക്കാരൻ ഇതെല്ലാം അറിയാവല്ലോ. ഞാൻ പന്തയക്കാരനാന്ന് എങ്ങനെ മനസ്സിലായി? വന്നപ്പോൾ ഞാൻ ബയോഡേറ്റ കണ്ടു. ഞാൻ ഇത് വലിയ കസേരയിലൊക്കെ ചാടി കയറിയിരിക്കുമ്പോ ഇത് കാണുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ എഴുതി കൊടുത്ത ബയോഡേറ്റ വെറ്റുകാരനാണെന്ന് എഴുതിയിട്ടുണ്ട്. എന്റെ സാറേ, ഞാൻ മുടിഞ്ഞ വെറ്റുകാരനാ. എന്താണ് അങ്ങനെ ഒരു ശീലത്തിലേക്ക് വരാനായിട്ടുള്ള ഒരു കാരണം? കൊച്ചിലെ തൊട്ട് ഞാൻ ഭയങ്കര വെറ്റുകാരനാ. എന്താണ്? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ തന്നെ എന്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങോട്ട് വന്നിട്ടേ അവനോട് ചോദിച്ചു, എന്നോട് ബെറ്റ് വെക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു വെക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറയാ, നിങ്ങൾ അച്ഛനെ പോയി തല്ലിട്ട് വരാമെങ്കിൽ 1000 രൂപ തരാമെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അറിഞ്ഞത് അച്ഛനെ തല്ലുന്നതിനാ വെറ്റ് വെച്ചത്. അച്ഛനെ തല്ലുന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ബെറ്റിൽ തോറ്റു പോയിട്ടുണ്ടാവില്ലേ? എവിടെ തോക്കാനാ? ഞാൻ പോയി അച്ഛനിട്ട് 2 കീറും കൊടുത്തിട്ട് 1000 രൂപയും മേടിച്ചു. മോശമല്ലേ അച്ഛനെ തല്ലുകാന്ന് പറഞ്ഞു? കാരണം ഞാൻ അത്ര മനസാക്ഷി ഇല്ലാത്തതൊന്നുമല്ല. പിന്നെ 1000 രൂപ കിട്ടി 500 രൂപ അച്ഛന് കുഴമ്പ് മേടിക്കാൻ കൊടുത്തു. ഇപ്പൊ അച്ഛനോട് ചോദിച്ചാൽ ബെറ്റ് വെക്കുന്നില്ലയോ? കുഴമ്പ് തീർന്നു പോയി. എന്തൊക്കെ ശീലങ്ങളാണ്. അത്രയും ചെയ്തോ? ഭയങ്കര പുള്ളിയായിരുന്നു. അതല്ലേ? അതെ. അപ്പം ഒരു കാര്യം ചെയ്യ്. ഇപ്പൊ ഇതിനകത്ത് ഈ കോടീശ്വരൻ വന്നപ്പം ഒരു കാര്യം ഞാൻ പറയാം, ഒരു 30,000 രൂപയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. താങ്കൾക്ക് അത്രയ്ക്കും ഉറപ്പാണോ? ഉറപ്പാ. ഞാൻ പടപടാന്ന് ഉത്തരം പറഞ്ഞാൽ 30,000 രൂപയും കൊണ്ടേ പോകത്തുള്ളൂ. എങ്കിൽ ഞാൻ പറയുന്നു, താങ്കൾ ഇവിടുന്ന് 30,000 രൂപ കൊണ്ടുപോകില്ല. ബെറ്റുണ്ടോ? ബെറ്റ്? സാറിന് ബെറ്റുണ്ടോ? ഞാൻ 30,000 രൂപയും കൊണ്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. തനിക്ക് ബെറ്റുണ്ടോ? ആ. 30,000 രൂപ കൊണ്ടുപോകുന്നു. 30,000 രൂപയും കൊണ്ടേ ഞാൻ പറയുന്നു, ഇയാൾ 30,000 രൂപ കൊണ്ടുപോകില്ലെന്ന്. ഞാൻ 30,000 രൂപ കൊണ്ടുപോയാൽ സാർ എനിക്ക് എന്നാ തരും? ഞാൻ നിങ്ങൾക്ക് 5,000 രൂപ തരും. 5,000 രൂപ തരുമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് തോറ്റു പോവാണെങ്കിൽ ഞാൻ 10,000 രൂപ സാറിന് അങ്ങോട്ട് തരും. ബെറ്റ്? അടിപൊളി. ഇപ്പൊ ഇതിനകത്ത് കോമ്പറ്റീഷനിൽ ആദ്യത്തെ ബെറ്റാ. ഓക്കെ, അപ്പൊ നമുക്ക് മത്സരിക്കാം. ചോദ്യത്തിലേക്ക് കടക്കാം. ആയിക്കോട്ടെ. 10,000 രൂപയുടെ ചോദ്യമാണ്. ഇതാ ഇതല്ല, കമ്പ്യൂട്ടറിൽ നോക്കൂ. ഇതാ നോക്കണം. ആ. a+b the whole square is equal to a squared plus 2ab is equal to dash. ഓപ്ഷൻസ് ഉണ്ട്. പറ. എ ഒവ്വ, ബി ബബ്ബ, സി ഹഹ, ഡി ഹിഹിഹി. അപ്പോൾ അത് ഉറപ്പിക്കാമല്ലോ. എന്തുവാ ഹിഹിഹി? അയ്യോ, ഞാനൊന്ന് ചിരിച്ചത്. അങ്ങനെ തന്നെ ലോക്ക് ചെയ്യാൻ പോവാന്നോ? ഒന്ന് ആലോചിക്കണം. ആലോചിക്കണം. ആലോചിച്ചോളൂ. ഉറപ്പിക്കാം. ഉറപ്പിക്കാം. എനിക്കറിയാം. മറ്റേ ഇങ്ങനെ മാറ്റമില്ല. മാറ്റമില്ല. ഗുരുജി പ്ലീസ് ലോക്ക്. ബബ്ബ. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഓ, ആവേശമൊക്കെ കൊള്ളാം, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് തുപ്പല് തെറിക്കുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിക്കണ്ട. അപ്പോൾ അടുത്ത മത്സരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് രായനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ഇനിയും ചോദിക്കാനുണ്ട്. രായൻ മദ്യപിക്കുമോ? ഇടയ്ക്കൊക്കെ 2 എണ്ണം അടിക്കും. താനടിക്കുവോ? ഞാൻ കഴിക്കില്ല. വലിക്കുവോ? ഇല്ല. വിളിക്കുവോ? ആരെ? അല്ല, ഇതൊക്കെ എന്നാലും തുടങ്ങുവാണെങ്കിൽ എന്നെ ഒരു കമ്പനിക്ക് വിളിക്കുവോന്ന്? വിളിക്കും, പക്ഷെ ഞാൻ തുടങ്ങില്ലല്ലോ. തുടങ്ങുമ്പോ എന്നെ കൂടെ വിളിക്കണം, ഓർത്തണം. അതുപോലെ തന്നെ രായന്റെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? എന്റെ വീട്ടില് ഞങ്ങളുടെ അച്ചാച്ചനുണ്ട്. അച്ചാച്ചന് ഉമ്മ. ഞങ്ങളുടെ അമ്മച്ചിയുണ്ട്. അമ്മച്ചിക്കും ഉമ്മ. എന്റെ ഒരു അനിയച്ചാരുണ്ട്. അനിയച്ചാരനും ഉമ്മ. പിന്നെ എന്റെ ഭാര്യയുണ്ട്. ഭാര്യക്ക് വേണ്ട 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 വേണ്ട, അത് ഞാൻ കൊടുത്തോളാം. അല്ല,
അത് വേണ്ട 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 പിന്നെ ഞങ്ങളുടെ കുഞ്ഞു ഇക്രു മാത്രമേ ഉള്ളൂ. കുഞ്ഞിക്രു അത്രേ ഉള്ളൂ. കുഞ്ഞിക്രുവിന് കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. അത് വേണോ? കൊടുക്കാം. ഇക്രുവിനും അങ്കിൾ കെട്ടിപ്പിടിക്കല്ലേ ഇളം ചുണ്ടിൽ കെട്ടിപ്പിടിക്കല്ലേ അവനെ. നമുക്കല്ലേ അവൻ കടിക്കും. കെട്ടിപ്പിടിച്ച് കടിച്ചോട്ടെ. കുട്ടികളല്ലേ, കടിച്ചാൽ എന്താണ്, ഒന്നും പറ്റാനില്ല. കുട്ടിയല്ല, ഞങ്ങളുടെ വീട്ടിലെ പട്ടിയാന്നത്. അത് പിന്നെ കടിച്ചിട്ട് നാക്ക് പോയെന്ന് പറഞ്ഞ് എന്റെ അടുത്തോട്ട് വന്നേക്കല്ലേ. പറയണ്ട, ഇപ്പൊ എന്റെ ചൊടി കടിച്ചോണ്ട് പോകില്ലായിരുന്നു. അത് പിന്നെ ഞാൻ പറഞ്ഞില്ലയോ, ഇക്രു കുഞ്ഞാന്നൊക്കെ ഞാൻ പറഞ്ഞതല്ലയോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും മത്സരത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. നമുക്ക് 20,000 രൂപയുടെ ചോദ്യം ഇതാ. ദേവേന്ദ്രന്റെ അച്ഛന്റെ പേര് എന്താണ്? ഓപ്ഷൻസ് ഉണ്ട്. എ ഭീമൻ, ബി ഭീഷ്മർ, സി മുത്തുപ്പട്ടർ, ഡി അർജുനൻ. വളരെ ആലോചിച്ചു വേണം ഉത്തരം കണ്ടെത്താൻ. 20,000 രൂപയുടെ ചോദ്യമാണ്. ഇതിനകത്ത് മറ്റേ കൂട്ടുകാരെ വിളിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. ലൈഫ് ലൈൻ ഉണ്ട്. ആ ഫോണിൽ വിളിക്കുന്ന ഒരു ഫോണെ ഫ്രണ്ട് ഉണ്ട്. ആ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ദേവേന്ദ്രനെ ഞങ്ങൾ വിളിച്ചു ചോദിക്കാം. വിളിക്കാൻ പറ്റില്ല, അത് പുരാണത്തിലെ ഒരു കഥാപാത്രമാണ്. അത് വിളിക്കാൻ പറ്റത്തില്ല. ഫോൺ നമ്പർ ഇല്ലാത്തോണ്ടാണോ? പുള്ളിയുടെ ഫോൺ നമ്പർ ഇല്ലാത്തോണ്ടാണോ? പുള്ളിക്ക് നമ്പറുമില്ല, ഫോണുമില്ല, ഇപ്പോൾ ആളുമില്ല. അപ്പൊ ഒരു കാര്യം ഇവിടെ തന്നിരിക്കുന്നത് ഫോണെ ഫ്രണ്ടിൽ 3 പേരാണ്. അതാരൊക്കെയായിരുന്നു? ഒന്ന് സോമരാജൻ, ഒന്ന് ഷിജു, ഒന്നൊരു സതീഷ്. ഇതിൽ ആരെയാണ് വിളിക്കേണ്ടത്? സോമരാജനെ. മുടിഞ്ഞ കുത്തിയാ സോമരാജനെ. അപ്പോൾ നമുക്ക് സോമരാജനെ വിളിക്കണം. സോമരാജനെ വിളിക്കാം. ഗുരുജി പ്ലീസ് കണക്ട് സോമരാജൻ. ഹലോ, നമസ്കാരം. 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 കോമഡീസിൽ നിന്നും സുരേഷ് കോമ്പയാണ്. ഞാനെല്ലാം വേണം തലേ കുത്തിക്കണോ? അതല്ല, നിങ്ങളുടെ ഫ്രണ്ട് എന്നോടൊപ്പം ഹോട്ട് സീറ്റിൽ മത്സരിക്കാനിരിക്കുന്നു. ചോദിച്ചോളൂ. ഹലോ സോമരായോ. ഹലോ. എന്നാ എവിടാടാ നീ? ഞാൻ ബിവറയിൽ ഇരിക്കോളാ. ബിവറേജാണോ? ബിവറയിൽ നമ്മുടെ സതീഷ് ചേട്ടന്റെ വീട്ടിലേക്ക് ഒരു 2 പൈന്റ് വേണോന്ന് പറഞ്ഞത് മേടിക്കാൻ വേണ്ടി ഇരിക്കുവാ. എടാ ആളെ ഒരു കുറഞ്ഞ പൈന്റ് 2 എനിക്കൂടെ മേടിച്ചോളാം. പൈസ ഞാൻ വന്നിട്ട് തരാം. ഇപ്പൊ തന്നെ ഒരുപാടുണ്ടോ? ഇവിടെ ഭയങ്കര തിരക്കാന്ന്. അളിയാ പ്ലീസ് ഒരു കുറഞ്ഞ പൈന്റ് മതി. ഞാൻ പൈസ പറയുന്നു. ഇവിടെ ഞാൻ തിരക്കിൽ നിൽക്കുവാന്ന്. എടാ ഒരെണ്ണം മേടിക്കണം എനിക്കൂടെ. ശരി, മേടിച്ചേക്കാം. വരുമ്പോ പൈസ തരണം കേട്ടോ. ഓക്കെ അളിയാ, ഓക്കെ. വെക്കരുത്, ചോദ്യം ചോദിക്കും. കട്ടിയല്ലോ. ഹലോ. എടാ ഒരു ചോദ്യം ചോദിക്കാൻ വിളിച്ചാണ്. മറ്റേ ദേവേന്ദ്രന്റെ അച്ഛന്റെ പേര് നിനക്കറിയാവോ? ഏതാ? നമ്മുടെ തെക്കലെ വീട്ടിലെ ദേവേന്ദ്രനാണോ? എടാ അതല്ല, മറ്റേ കിരീടമൊക്കെ പുരാണത്തിലെ ദേവേന്ദ്രന്റെ അച്ഛന്റെ പേര് നിനക്കറിയാവോ? എനിക്കൊന്നും അറിയത്തില്ല. നീ വെച്ചിട്ട് പൊയ്ക്കേ അവിടുന്ന്. എടാ ഞാനാ പറയുന്നത്, നീ പറഞ്ഞു തരുന്നത് നിനക്ക് നല്ലത് കേട്ടോ. എടാ എനിക്ക് അറിയത്തില്ലെന്ന്. നീ എന്നാ പറയുന്നേ? എന്റെ സ്വഭാവം നിനക്കറിയത്തില്ല, നീ പറയുന്ന നിനക്ക് നല്ലത്. ആഹാ, നീ എന്നോട് കൽപ്പിക്കാൻ. നീ ആരാ? ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപട്ടരോ? ചോദിച്ചല്ലേ? എന്റെ കൂട്ടുകാരനൊക്കെയാ, കുഞ്ഞുനാൾ തൊട്ട് ഒരുമിച്ച് പഠിച്ച. അവൻ പറയുവാണ് ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടരാണോ. ലോക്ക് ചെയ്യട്ടെ. താങ്കളുടെ സുഹൃത്ത് പറഞ്ഞ ഉത്തരം ശരിയാണ്. ആണോ? ഓ എന്റെ ആടിപൊളി. നിങ്ങളുടെ സുഹൃത്ത് എന്ന് പറയുന്നത് അറിവിന്റെ ഒരു നിറകുടമാണ്. ആണോ? എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആണോ? അപ്പൊ എത്ര രൂപ എനിക്ക് കിട്ടി? 20,000 രൂപയാണ്. അപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 5,000 രൂപയുടെ കിട്ടിയാൽ നമ്മുടെ ബെറ്റ് ആകും. അതുകൊണ്ട് 5,000 രൂപ തരേണ്ടി വരും. പക്ഷെ നിങ്ങൾ ഇനിയും ചോദ്യം ബാക്കി നിൽക്കുന്നു. ഇനിയും മത്സരിക്കാനുണ്ട്. ചോദ്യം ബാക്കി കിടക്കുന്നു. ഉണ്ടോ? എന്നാൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദേ പോയി ദാ വന്നു. ഒറ്റ ചോദ്യം മതി ജീവിതം മാറി മറിയാൻ. അപ്പം അടുത്ത ചോദ്യം ഇതാ. മോഹൻലാൽ അഭിനയിച്ച് 100 കോടി ക്ലബിൽ ആദ്യ സ്ഥാനം പിടിച്ച ചിത്രം ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്. എ പുലിമുരുകൻ, ബി ഒപ്പം, സി ചതുരംഗം, ഡി ജനതാ ഗാരേജ്. അറിയാവുന്ന പറഞ്ഞോളൂ. ചതുരംഗമായിരിക്കും. വളരെ സൂക്ഷിച്ച് ആലോചിച്ച് വേണം ഉത്തരം എന്റെ അടുക്കൽ പറയാം. മറ്റേ ആരോട് ചോദിക്കാം, ആരോടെങ്കിലും ചോദിക്കാം. ഇനി നിൽക്കുന്ന ലൈഫ് ലൈൻ എന്ന് പറയുന്നത് ഓഡിയൻസ് ചോയ്സ് ആണ്. അവരോട് ഒന്ന് ചോദിച്ചോട്ടെ. വേണമെങ്കിൽ ആ ലൈഫ് ലൈൻ തിരഞ്ഞെടുക്കാം. പിന്നെ എല്ലാവരും കൂടെ ഒന്ന് സഹായിക്കാവോ? പുള്ളിക്കാരനൊന്ന് സാറേ ഒന്നുള്ളത് പറഞ്ഞു കൊടുത്തത് സാധനം. മോഹൻലാൽ അഭിനയിച്ച് 100 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ ചലച്ചിത്രം ഏതാണ്? പുലിമുരുകൻ. കറക്റ്റാണോ? പുലിമുരുകൻ. പുലിമുരുകൻ പറയുന്നവരെല്ലാം കൂടെ ഒന്ന് കൈവോക്കിക്ക്. ആണോ? ആണോ? അടിപൊളി. അപ്പൊ ആ സൂപ്പർ ആയിട്ട് നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള ഓഡിയൻസിന്റെ കൂടെ പോകാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ അവരുടെ തന്നെ നിൽക്കും.
പുലിമുരുകൻ അവര് പറഞ്ഞെങ്കിൽ ഓക്കെ അത് ലോക്ക് ചെയ്തു. പുലിമുരുകൻ ഓക്കെ ആണെന്ന് ലോക്ക് സംശയമില്ല. ചെയ്തു. ഓ ഇനി അത് പറഞ്ഞോണ്ട് വീട്ടിൽ കൊണ്ടിരിക്കാതെ ലോക്ക് ചെയ്യും. പ്ലീസ് ലോക്ക് പുലിമുരുകൻ. പക്ഷെ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണെന്നാണ്. ശരിയാണ്, പറയാൻ പറ്റില്ല. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. അതെന്നാ പണിയാ പറഞ്ഞ അങ്ങനെ തെറ്റ്? ഞാൻ ടി വി കണ്ടാണല്ലോ. ഞാൻ ചോദിച്ച ചോദ്യം ശ്രദ്ധിച്ചില്ല. എന്തുവാ ഞാൻ ചോദിച്ചത് ഇങ്ങനെയാണ്: മോഹൻലാൽ അഭിനയിച്ച 100 കോടി ക്ലബിൽ ആദ്യ സ്ഥാനം പിടിച്ച ചിത്രം ഏതാണെന്നാണ് ഞാൻ ചോദിച്ചത്. പുലിമുരുകനല്ലയോ? അല്ല, അത് മലയാള ചലച്ചിത്രം. മോഹൻലാൽ അഭിനയിച്ച് 100 കോടി ക്ലബിൽ സ്ഥാനം പിടിച്ച ആദ്യ ചിത്രം ജനതാ ഗ്യാരേജ് ആണ്. ആണോ? പൈസ പോയോ? മലയാള ചിത്രം പുലിമുരുകൻ. ഇപ്പൊ എന്റെ പൈസ ഇതൊരു പോയി. തെലുങ്ക് ചിത്രം, അത് മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പൈസ പോയി. പൈസ പോയി. അപ്പൊ നിങ്ങൾ തോറ്റിരിക്കുകയാണ് ഈ മത്സരത്തിൽ. നിങ്ങൾ കിണിക്ക് അങ്ങോട്ട് കിണിക്ക്. നിങ്ങളുടെ ആരുടെയും പൈസ പോയില്ലല്ലോ. മേലെ ഇരുന്നുണ്ട് പുണിമുരുകൻ. ആരുടെയും പൈസ, എന്റെ പൈസ അല്ലേ പോയെ? ഞാൻ 100 വട്ടം ചോദിച്ചാന്ന്. എനിക്ക് ബെറ്റും പോയി, എല്ലാം പോയി, അറിയാവോ? രമണിച്ചയുടെ ഒക്കെ ചിരി കണ്ടില്ലയോ? മോശമായി പോയി എന്നോട് ഇങ്ങനെ ചെയ്ത്. രായൻ, ഈ മത്സരത്തിൽ നിങ്ങൾ തോറ്റു. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്നോട് വെച്ച ബെറ്റിലും നിങ്ങൾ തോറ്റു. കണ്ടോ? നിങ്ങൾ കൊടുക്കോ തോറ്റു. പൈസ? എന്റെ പൈസയും പോയി തോക്കുകയും ചെയ്തല്ലേ? തോറ്റു. ഒരു കാര്യം ചെയ്, ഒരു 500 രൂപയുടെ പന്തയം കൂടെ വെക്കാൻ പറ്റുമോ? എന്താന്ന്? ഒരു 500 രൂപയുടെ പന്തയം കൂടെ വെക്കാൻ പറ്റുമോ? 500 രൂപ ബെറ്റും കൂടെ ഇനി വെക്കണം. ആ. എന്ത് പറഞ്ഞിട്ട്? അല്ല, ഞാനിങ്ങനെ ബെറ്റ് വെക്കുന്ന, ഞാൻ മുഖശാസ്ത്രം അനുസരിച്ച് സാധനം പറയും. അതിന് 500 രൂപ പന്തയം നമുക്ക് വെക്കാം. അതിന് ഇതിലെ ഇവിടെ ചോദ്യങ്ങളൊന്നും ചോദ്യം വേണ്ട. ഞാൻ സാറിന്റെ മുഖം നോക്കിയ ഒരു കാര്യം പറയാം. സാറിന്റെ പുറത്ത് ദണ്ട് ഈ നീളത്തിലുള്ള ഒരു വെട്ടിന്റെ പാടുണ്ട്. താങ്കൾ തോറ്റു പോകും. ഇല്ല, തോറ്റു പോകും. 500 രൂപ ഏതാണ്ട് പന്തയം അങ്ങനെ വെച്ചേ. ഒരു പാട് എന്റെ പുറത്തില്ല. ഉണ്ട്. അപ്പൊ നിങ്ങൾ തോറ്റു പോകും. വണ്ടിക്കൂലിക്കുള്ള 500 രൂപ ഞാൻ പന്തയം വെച്ചു. അങ്ങനെയാണെങ്കിൽ അത്ര ഉറപ്പിച്ച് പറയുമെങ്കിൽ ഞാനും വെക്കും. ഈ പുള്ളിക്കാരൻ എന്തോ പറഞ്ഞ എന്നോട് മത്സരിക്കാൻ പേടിയായിട്ടല്ലയോ? അല്ല, പറ, മത്സരിക്കാൻ പറ. ഞാൻ മത്സരിക്കും. ആ, എന്റെ പുറത്ത് അങ്ങനെ ഒരു പാടില്ല. ആ. മത്സരിക്കാം, ആ. ആവേശമാകാം. പക്ഷെ തന്നോളം പോകുന്നവരോട് അത് എന്നോട് പാടില്ല. സാറേ, കഥ എങ്കിലും ഞാൻ പറഞ്ഞാൽ- മത്സരിക്കും. ആ. 500 രൂപ ഞാനും വെക്കുന്നു. ബെറ്റ്. എന്നാ ശരി, ഓക്കെ, ബെറ്റ് ബെറ്റ് കാണിക്കേ. കാണിക്കാം. കാണട്ടെ. ഇയാൾ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ആ. എന്റെ പുറത്ത് അങ്ങനെ ഒരു ഞാൻ പാടില്ല. എനിക്കറിയാവുന്ന ഇതുള്ള കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു മുഖശാസ്ത്രമല്ല, നമുക്കതിനകത്ത് കള്ളമില്ല. കണ്ടോണം. നിങ്ങൾ കണ്ടോണം. എനിക്കറിയാം മോനെ. ബെറ്റ് വെക്കാം. ബെറ്റ് പക്ഷേ കാണില്ലേ? തന്നോട് പോകുന്ന ആളോട്, പിന്നെ? ഒരു സിനിമാതനോട് അത് പാടില്ല. കണ്ടാ എവിടെയുണ്ട് ബെറ്റ്? കണ്ടാ? പാടണ്ട. ഇല്ലില്ല. കണ്ടാ? ഇല്ലില്ല. തോറ്റു പോകില്ലേ? ചമ്മി പോയി. കാശെടുക്ക്. തോറ്റില്ലേ? കണ്ടാ? 500 പോയി. എന്താ പ്രൊഡ്യൂസർ സാർ? എന്താ സുരേഷേ, എന്താണ്? ഇയാൾക്കൊരു വിലയില്ലേ ഇവിടെ? എന്താണ്? അല്ല സാർ, ഞാൻ പറയുന്നു. ഇത്രയും പബ്ലിക്കായിട്ട് ആളുകൾ കാണുന്ന അതല്ല, ഇയാള് പറഞ്ഞു ഉൾപ്പെടുത്തിവിടറോ? എന്റെ പുറത്തൊരു പാടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു പാടില്ലെന്ന്. നോക്കൂ, പാടുണ്ടോ? ഇല്ല. കണ്ട? ഇല്ല. അപ്പൊ അയാള് തോറ്റില്ലേ? നമുക്ക് പൈസ കിട്ടിയില്ലേ? പൈസയൊക്കെ നിങ്ങൾക്ക് കിട്ടി, പക്ഷെ എന്റെ 50,000 രൂപ പോയില്ലേ? എങ്ങനെ പോകും? നമ്മളല്ലേ പന്തായത്തിൽ ജയിച്ചത്. പന്തയത്തിൽ ഇയാൾ ജയിച്ചു, പക്ഷെ എന്റെ 50,000 രൂപ പോയി. എനിക്ക് മനസ്സിലായില്ല. എങ്ങനെ? ഇയാള് പുറത്തുനിന്ന് 50,000 രൂപ എന്നോട് ബെറ്റ് വെച്ചിട്ടാ ഫ്ലോറിലോട്ട് കയറി വന്നത്. എന്താന്നും പറഞ്ഞു? ഫ്ലോറിൽ വെച്ച് ലൈവായിട്ട് സുരേഷ് ഗോപിയുടെ ഡ്രസ് ഊരി മാറ്റിക്കുന്നു. അമ്മേ, എന്റെ 50,000 രൂപ പോയില്ലേ? സാറേ, ഇപ്പൊ മനസ്സിലായില്ലയോ? ഒരൊറ്റ ബെറ്റ് മതി ജീവിതം മാറ്റി മറിക്കാൻ.